ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോലെസ് ലോയറിന്റെ 15ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ ജെയിന് ഓജു പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവളെ രക്ഷിക്കാനായിട്ട് ബൊങ്ങ വന്നതും അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ബൊങ്ങിനെ മുട്ടുകുത്തിച്ച് അവനെ ഓജു ഗൺ പോയിന്റിൽ നിർത്തുന്നതും നമ്മൾ കണ്ടതാണ്. ഇതേ സമയത്ത് ആ ഒരു ഗുണ്ടാത്തലവനാകട്ടെ ഓജുവിന്റെ കയ്യിൽ ഒരു ഗണ്ണൊക്കെ ഉണ്ടെന്ന് ജെയിന്റെ അടുത്ത് പറയുമ്പോൾ ബൊങ്ങിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ അവളെ എങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിച്ച് അവൾ വളരെ ചൂടാവുന്നുണ്ട്. എന്നിട്ട് അവൾ പതിയെ പോയിട്ട് ബാക്കിൽ നിന്ന് ആ ഒരു ഗുണ്ടാത്തലവനെ അടിച്ച് നേരെ തന്നെ ആ ഒരു റൂമിന് വെളിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഓടിച്ചെന്നിട്ട് അവൾ നോക്കുമ്പോൾ കാണുന്നത് ബൊങ്ങിനെ ഷൂട്ട് ചെയ്യണ രീതിയിൽ നിർത്തിയിരിക്കുന്ന ഓജുവിനെയാണ്. അങ്ങനെ വേഗം തന്നെ അവൾ ബൊങ്ങിന്റെ അടുത്ത് ചെന്നിട്ട് അവന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ബ്ലാക്ക് കളർ ബുക്ക് എടുത്ത് ഓജുവിനെ കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്നെ പറ്റിയിട്ടുള്ള എല്ലാ ക്രൈംസിന്റെയും ലിസ്റ്റ് ഉണ്ടെന്നും ഇതെല്ലാം ബൊങ്ങിന് അയച്ചു കൊടുത്തതും ബൊങ്ങിനെ ഇവിടേക്ക് കൊണ്ടുവന്നതും എല്ലാം ജഡ്ജ് ഷായുടെ പ്ലാൻ ആണെന്നും ഇപ്പോ അവള് ഓജുവിന്റെ അടുത്ത് പറയാണ്. മാത്രല്ല ജഡ്ജ് ഷാ ഇത്രയും നാൾ നിന്നെ ചീറ്റ് ചെയ്യായിരുന്നു, നിന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ നിന്നെ ഉപേക്ഷിക്കുകയാണെന്നും ജെയ് അവന്റെ അടുത്ത് പറയുമ്പോഴാണ് ജഡ്ജ് ഷായുടെ ഇങ്ങനത്തെ ഒരു ചതിനെ പറ്റിയിട്ട് അവൻ അറിയുന്നത്. ഇത് കേട്ടപ്പോ തന്നെ ജഡ്ജ് ഷാനെ തകർക്കാനായിട്ടുള്ള എന്തെങ്കിലും വഴി നിങ്ങൾക്കറിയോന്ന് അവൻ ബൊങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അതിന് ഓജു കൂടി വിചാരിക്കണമെന്നും അവനൊരു വിറ്റ്നസ് ആയിട്ട് കോർട്ടിൽ വന്നിട്ട് എല്ലാ സത്യവും ഏറ്റു പറയണമെന്ന് ബൊങ്ങ് പറയുമ്പോൾ അത് കേട്ട് ബൊങ്ങിനെ വിശ്വസിക്കാതെ എന്നെ അറസ്റ്റിലാക്കാനായിട്ട് ഒരു എളുപ്പ വഴിയല്ലേ നീ ഇപ്പൊ നോക്കുന്നതെന്ന് ചോദിച്ചിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അടിച്ചു തോൽപ്പിക്കാനായിട്ട് അവനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓജു. മാത്രമല്ല ഈ ഒരു ഫൈറ്റിൽ തോറ്റു കഴിഞ്ഞാൽ ബൊങ്ങ പറയുന്ന പോലെ ആ ഒരു കോർട്ടിൽ വന്നിട്ട് തന്റെ കുറ്റങ്ങളൊക്കെ ഏറ്റു പറയാമെന്നും ജഡ്ജ് ഷാനെ കൊടുക്കാമെന്നും അവൻ സമ്മതിക്കുന്നുണ്ട്. മാത്രല്ല അവന്റെ കയ്യിലിരുന്നൊരു തോക്ക് അവനിപ്പോ ജെയുടെ കയ്യിലെടുത്ത് കൊടുത്തിട്ട് ഇതിലാകെ കൂടി ഒരൊറ്റ ഉണ്ട മാത്രമേ ഉള്ളൂ എന്നും നിനക്ക് വേണമെങ്കിൽ അത് പ്രയോഗിക്കാനും അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ബൊങ്ങിന് കുറച്ച് പഞ്ചസൊക്കെ കിട്ടി അവൻ താഴെ കിടക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവൻ എഴുന്നേറ്റ് ഓജുവിന്റെ ഒപ്പം കട്ടയ്ക്ക് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ കുറച്ച് ഫൈറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ നീ അങ്ങനെ ഒരു വിറ്റ്നസ് ആയിട്ട് നിന്റെ കുറ്റങ്ങളൊക്കെ ഏറ്റു പറയാനായിട്ട് കോർട്ടിലേക്ക് വരികയാണെങ്കിൽ നിന്റെ ശിക്ഷകളിൽ കുറച്ചൊക്കെ ഇളവ് വരുത്താമെന്നും മാത്രമല്ല നിന്റെ പേരിൽ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു അറസ്റ്റ് ഞാൻ ഒഴിവാക്കി തരാമെന്നും ബൊങ് ഇപ്പൊ അവന് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ഡൈജസ്റ്റ് ആവാണ്ട് ഓജു വീണ്ടും ബൊങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ബൊങ് അവന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഓജുവിന്റെ കഴുത്തിൽ കൈയൊക്കെ വെച്ച് അവന്റെ കാര്യത്തിൽ തീരുമാനമാക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന നേരം തന്നെ ജെയ് അവനെ വിളിച്ചിട്ട് നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്നത് ഇതിനു വേണ്ടിയായിരുന്നില്ല എന്ന് പറഞ്ഞ് അവന് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലോലെസ് മെമ്പേഴ്സിനെ കാണിക്കുകയാണെങ്കിൽ അവരെല്ലാവരും ഇപ്പൊ ജഡ്ജ് ഷാന്റെ റെസിഡൻസിന് പുറത്ത് വന്നിട്ട് അത്രയും സത്യസന്ധതയും നീതിബോധമുള്ള ജഡ്ജ് ഷാ തന്നെ ഈ ഒരു കേസിന്റെ ട്രയൽ നടത്തണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുമ്പോൾ അവരോടൊപ്പം കുറെ ലോക്കൽ സപ്പോർട്ടേഴ്സും വന്നിട്ട് അവരെല്ലാരും കൂടി ജഡ്ജ് ഷാ തന്നെ ഈ ഒരു കേസിന് വരണം എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഓജുവിനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ അവൻ ആ ഒരു ബുക്കിന്റെ പേജസ് ഒക്കെ നോക്കി ഫ്ലാഷ് ബാക്കിൽ അവള് ഇവന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞതും ഇവനെ വളരെ മോശമായിട്ട് ഒരു പട്ടിക്ക് തുല്യം ട്രീറ്റ് ചെയ്തതും ഒക്കെ ആലോചിച്ച് ജഡ്ജ് ഷായുടെ അടുത്ത് റിവെഞ്ച് ചെയ്യാൻ പോകുന്നത് ബൊങ്ങല്ലെന്നും അത് ഞാനാണെന്നും ഇപ്പൊ അവൻ അവനോട് തന്നെ പറയുന്നുണ്ട്. അന്ന് രാത്രി തന്നെ ഒരുപാട് വലിയ വലിയ പൊളിറ്റീഷ്യൻസും അവളുടെ അടുത്ത് വന്നിട്ട് ജനങ്ങളുടെ അഭിപ്രായം ഇപ്പോ ഈ ഒരു കേസ് ഏറ്റെടുക്കേണ്ടത് ജഡ്ജ് ഷായ ആണെന്നും മാത്രമല്ല അവളിപ്പോ ചീഫ് ജസ്റ്റിസ് ഒക്കെ ആയിട്ട് മത്സരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ജനങ്ങളുടെ ആവശ്യമൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ അത് അവർക്കൊരു പ്ലസ് പോയിന്റ് ആണെന്ന് അയാൾ പറയുമ്പോൾ അതിനെക്കുറിച്ചെല്ലാം ജഡ്ജ് ഷാ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ജഡ്ജ് ഷാ ആ ഒരു കേസ് ഏറ്റെടുത്തതായിട്ട് ജെയ്ക്ക് ഇൻഫർമേഷൻ കിട്ടി. അവളെ ലോ ഫോമിലുള്ള എല്ലാവരുടെ അടുത്തും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ശരിക്കും ഇവരെ വിട്ട് അങ്ങനത്തെ ഒരു പ്രൊട്ടസ്റ്റ് ബൊങ് നടത്തുന്നത് തന്നെ മിസ് നാമിന്റെ ആ ഒരു കേസിന് ജഡ്ജ് ഷാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു മിസ് നാമിന്റെ കേസ് വാദിക്കുന്നതിന്റെ ഇടയിൽ തന്നെ അവളെ കൊണ്ട് സത്യങ്ങളെല്ലാം പറയിപ്പിച്ച് ജഡ്ജ് ഷായിനെ പെടുത്താന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അവള് അതേ കോർട്ടിൽ വെച്ച് ജഡ്ജിന്റെ ആ ഒരു യൂണിഫോം ഇട്ട് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ അവൾ ചെയ്ത ക്രൈംസിനെ പറ്റിയിട്ടെല്ലാം ഈ ഒരു ലോകത്തോട് വിളിച്ചു പറയണം എന്നതാണ് അവന്റെ ആഗ്രഹം. ഇതേ സമയത്ത് തന്നെ നടന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഓജു നേരെ തന്നെ ജഡ്ജ് ഷാനെ വിളിച്ചിട്ട് ആ ഒരു ബ്ലാക്ക് ബുക്കിനെ പറ്റിയിട്ട് അന്വേഷിക്കുമ്പോൾ നിന്നോടെല്ലാം നേരിട്ട് സംസാരിക്കാമെന്നും ഒരു ദിവസം മീറ്റ് ചെയ്യാമെന്നും അവള് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ മിസ് നാമ ആകട്ടെ എന്റെ കേസ് നോക്കാനായിട്ട് ജഡ്ജ് ഷായാണ് എത്തുന്നതെന്ന് അറിഞ്ഞിട്ട് വേഗം തന്നെ ബൊങ്ങിനെ വിളിച്ചിട്ട് പറയുമ്പോൾ ബൊങ് ജെയും കൂട്ടിയിട്ട് നേരെ തന്നെ അവളെ ചെന്ന് കാണുന്നുണ്ട്. ജയെ കാണുമ്പോൾ ആദ്യം മിസ് നാമ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ടെങ്കിലും എന്റെ അമ്മേനെ കൊന്നത് നിങ്ങളല്ലെന്നും ഇത് ജഡ്ജ് ഷായാണെന്ന് തനിക്കറിയാമെന്നും നിങ്ങൾ വെറുതെ ഓർഡേഴ്സ് നടപ്പിലാക്കുന്ന ഒരാളാണെന്ന് തനിക്ക് ഉറപ്പായതുകൊണ്ടാണ് ഈ ഒരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് എന്ന് അവള് മിസ് നാമിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവര് ട്രയലിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഇടയിൽ മിസ് നാമിന്റെ മകളായിട്ടുള്ള പ്രോസിക്യൂട്ടർ യോൺഹിയെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോ നേരെ ജഡ്ജ് ഷാനെ കാണാനായിട്ട് പോയിരിക്കുകയാണ്. എന്നിട്ട് തന്റെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ഇപ്പൊ അവള് ചാർജ് എടുത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ മിസ് നാമിനെതിരായിട്ടുള്ള എവിഡൻസ് വളരെ സ്ട്രോങ് ആണെന്നും അതുകൊണ്ട് മിസ് നാമിനെ രക്ഷിക്കാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണെന്നും ഇനിയും നീ
മിസ് നാമിന്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ അത് നിന്റെ കരിയറിനെ ബാധിക്കുമെന്നും ഇപ്പോൾ ചാ പറഞ്ഞ് യോൺ ഹിയെ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. മാത്രമല്ല താനൊരു ചീഫ് ജസ്റ്റിസ് ഒക്കെ ഇനി ആവുകയാണെങ്കിൽ അപ്പൊ യോൺ ഹിയെ എന്തായാലും അവൾ പ്രൊമോട്ട് ചെയ്ത് തന്റെ അടുത്ത് നിർത്തുമെന്നും അവളിപ്പോ യോൺ ഹിക്ക് വാക്കൊക്കെ കൊടുത്തിട്ട് മിസ് നാം എന്തായാലും പെട്ടുവെന്നും യാഗ കൂടി ചെയ്യാൻ പറ്റണത് ആ ക്രൈംസ് എല്ലാം ഏറ്റെടുക്കുക എന്നതാണെന്നും ജഡ്ജ് ചാ പറയുമ്പോൾ യോൺ ഹിയും ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് സ്വന്തം അമ്മേനെ വിട്ടിട്ട് എന്റെ കാര്യം കുറച്ചും കൂടി സേഫ് ആക്കാൻ നോക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇതേ സമയത്ത് ബൊങ് നേരെ മാൻബേനെ കണ്ട് അവനോട് ഒരു വിറ്റ്നസ് ആയിട്ട് കോർട്ടിൽ വരാനായിട്ട് പറയുന്നുണ്ടെങ്കിലും പിന്നീട് അവൻ സ്കോർപ്പിയോനായിട്ട് സംസാരിക്കുമ്പോൾ ബൊങ് സ്കോർപ്പിയോന്റെ അടുത്ത് ഞാനൊരിക്കലും മാൻബേനെ വിശ്വസിക്കുന്നില്ലെന്നും അവൻ എന്തായാലും കോർട്ടിൽ വന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള മൊഴി തരില്ലെന്നും അതുകൊണ്ട് സ്കോർപ്പിയോൺ തന്നെ വേണം കോർട്ടിൽ വന്നിട്ട് മൊഴി തരാനെന്നും നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ നിന്ന് ഇറക്കുമെന്നും ബൊങ് അപ്പൊ അവനോട് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ട്രയൽ നടക്കുന്ന സമയത്ത് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ചിയോൺ ആദ്യം തന്നെ മിസ് നാമിന്റെ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ജെയ്ഡ് അമ്മയെ കൊല്ലാനായിട്ട് അവൾ പറയുന്നത് എല്ലാരെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇവരിൽ 7 എന്ന് പറഞ്ഞ പൊളിറ്റീഷ്യൻസ് ഉള്ളതായിട്ട് നമ്മൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ കണ്ടതായിരുന്നില്ലേ. അങ്ങനെ അതിലെ ഒരാളെ വിളിച്ചിട്ട് മിസ് നാമിനെതിരെ ഇവൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറെ എലിഗേഷൻസ് പറയുന്നുണ്ട്. ഇത് ജഡ്ജ് ഷാ പറയിപ്പിക്കുന്നതാണെന്നും നമുക്ക് മനസ്സിലാവും. ഇതേ സമയത്ത് തന്നെ ഈ ഒരു മൊഴിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ജെയ് വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ഈ ഒരു വീഡിയോയില് ഇത് ജഡ്ജിന്റെ ഓർഡർ ആണെന്ന് കൃത്യമായി തന്നെ മിസ് നാമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ പറഞ്ഞ ആ ഒരു ജഡ്ജ് ആരായിരുന്നു എന്ന് ഇപ്പൊ വലിയൊരു പൊളിറ്റീഷ്യന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അത് കേട്ട് അവനൊന്ന് പരങ്ങുന്നുണ്ട്. ഇതേ സമയം തന്നെ തന്റെ പേര് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ജഡ്ജ് ചാ അവളോട് ക്വസ്റ്റ്യൻ മാറ്റാനായിട്ട് പറയുന്നുണ്ട്. ഇത് കേട്ട് മിസ് നാമുമായിട്ട് നിങ്ങൾ എങ്ങനെയാ കണക്ഷൻ എന്ന് ജെയ് അവന്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ആദ്യം അവൻ അങ്ങനെ വലിയ രീതിയിൽ അറിയില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് മിസ് നാമ എഴുന്നേറ്റ് നിന്ന് അവന്റെ കുറെ കള്ളത്തരങ്ങളൊക്കെ കോർട്ടിന് മുമ്പിൽ വെച്ച് പറയുമ്പോൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഒന്ന് അടിയാവുന്നു. ഇതിനിടയിൽ തന്നെ മിസ് നാമിന് വേണ്ടി അവൻ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അവൻ അറിയാതെ കോർട്ടിൽ വെച്ച് പറയുന്നുണ്ട്. ഇതിലൂടെ തന്നെ അവൻ ആദ്യമായിട്ട് പറഞ്ഞ മൊഴിയും രണ്ടാമത് പറഞ്ഞ മൊഴിയും വ്യത്യസ്തമായതുകൊണ്ടും അത് തമ്മിൽ ചേരാത്തതുകൊണ്ടും ഇവനിങ്ങനെ ആരോ പറഞ്ഞു പറയിപ്പിച്ചതാണെന്നും അവന്റെ മൊഴി വ്യക്തമല്ലെന്നും കാട്ടി ഇവനെ ഒരു വിറ്റ്നസ് ആയിട്ട് കൂട്ടാൻ പറ്റില്ലെന്ന് ബൊങ് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ ഓഡിയൻസും അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൻ വിറ്റ്നസ് ആയിട്ട് സ്കോർപ്പിയോനെ വിളിച്ചിട്ട് അവനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ താനാണ് ജെയ്ഡ് അമ്മേനെ കൊന്നതെന്നും തന്നോട് തന്റെ മുകളിലിരിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് താൻ അങ്ങനെ ചെയ്തതെന്നും ഇപ്പൊ അവൻ കോർട്ടിൽ തുറന്നു പറയുന്നുണ്ട്. ഇതേ സമയത്ത് ജഡ്ജ് ചായയുടെ മുഖത്ത് ചെറിയൊരു പേടി വരുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ട്രയൽ മാറ്റിവെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് മിസ് നാമനെ ജെയും ബൊങ്ങും കൂടി മീറ്റ് ചെയ്യുമ്പോൾ സ്വയം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവളോട് ഇപ്പൊ കുറ്റങ്ങളൊക്കെ കോർട്ടിൽ ഏറ്റു പറയാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവൾ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് ബൊങ്ങും ജെയും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവര് ലോ ഫോമിൽ എത്തുമ്പോൾ മിസ് നാമനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റില്ലെന്നും ജഡ്ജ് ഷാ അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവൾ എപ്പോൾ വേണമെങ്കിലും കാല് മാറാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരൊരു ബാക്കപ്പ് പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല ഓജുവിനെ ഇപ്പോഴത്തെ ആ ഒരു വാണ്ടഡ് ലിസ്റ്റിൽ നിന്ന് അവന്റെ പേര് മാറ്റാണെങ്കിൽ ഓജു ഇവർക്ക് അനുകൂലമായിട്ട് സത്യം വിളിച്ച് പറയാമെന്ന് നേരത്തെ പ്രോമിസ് ചെയ്തത് ഓർമ്മ വന്നിട്ട് ബൊങ്ങപ്പോ എല്ലാം തന്നെ ഓജുവിന്റെ കയ്യിലാണെന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഓജുവിനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ അവൻ ജഡ്ജ് ചാന് മീറ്റ് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ അവളെ കണ്ടതിന് ശേഷം നീയാണോ ആ ഒരു ബ്ലാക്ക് കളർ നോട്ട്ബുക്ക് അവൻ അയച്ചതെന്നും ഒരു പട്ടിയെ പോലെ നിന്റെ ഒപ്പം ഇത്രയും നാളെ ഞാൻ കൂടെ നിന്നിട്ടും ലാസ്റ്റ് നീ എന്നെ ചതിച്ചില്ലേന്നും അവൻ ചോദിച്ചിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണിപ്പോ അവൻ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജഡ്ജ് ചായാകട്ടെ ഓജുവിനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഞാൻ നിന്നെ ഒരിക്കലും അങ്ങനെ ചതിക്കില്ലെന്നും ബൊങ് ഇതെല്ലാം മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറിയാണെന്നും എന്നോടുള്ള അവന് റിവെഞ്ചിന് വേണ്ടിയിട്ടാണ് നിന്നെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്ത് അവനെ തൻ്റെ ഒപ്പം നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ സീക്രട്ടായിട്ട് ആരോ ഓജുവിനെ വെടിവെക്കുന്ന രീതിയിൽ ഒളിഞ്ഞിരുന്ന് അവനെ എയിം ചെയ്യുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ ശരിക്കും ജഡ്ജ് ഷാ ഓജുവിനെ കൊല്ലാനായിട്ടാണ് ശ്രമിക്കുന്നതെന്ന് നമുക്ക് കാണാം. അങ്ങനെ ഇരിക്കെ തന്നെ ബൊങ് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ചിയോനെ ചെന്ന് കണ്ടിട്ട് ഓജുവിനെതിരെയുള്ള ചാർജസ് എല്ലാം കുറയ്ക്കുവാനും അവന്റെ വാണ്ടഡ് ലിസ്റ്റിൽ നിന്ന് മാറ്റാനായിട്ടും പറയുന്നുണ്ട്. അവനെ കൾപ്രിട്ടായിട്ട് തങ്ങൾക്ക് കിട്ടിയ വീഡിയോയുടെ ക്രെഡിബിലിറ്റി എത്രമാത്രമാണെന്ന് ഇവർക്ക് ഉറപ്പില്ലെന്നും അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഓജുവിനെ വാണ്ടഡ് ലിസ്റ്റിൽ നിന്ന് മാറ്റാനും പറയുമ്പോൾ ചിയോൺ ആകട്ടെ ബാക്കിയുള്ള പൊളിറ്റീഷ്യൻസിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് അവന്റെ ജോലി മാക്സിമം 100% ട്രൂത്ത്ഫുൾ ആയിട്ട് ചെയ്യാൻ നിൽക്കുന്ന ലോയർ ആയതുകൊണ്ട് തന്നെ ശരിക്കും ബൊങ്ങിന്റെ വാക്ക് കേട്ടിട്ടല്ല, പക്ഷെ ആ ഒരു എവിഡൻസ് ഇത്രയും ശക്തമല്ലാത്തതുകൊണ്ട് തന്നെ അവന് വാണ്ടഡ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഇപ്പൊ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇത് അറിയുമ്പോൾ തന്നെ ബൊങ് നേരെ ഓജുവിനെ വിളിച്ചിട്ട് ഓജുവിന് അവൻ കൊടുത്ത പ്രോമിസ് പോലെ തന്നെ അവനെ വാണ്ടഡ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയെന്നും ഇനി നീ എനിക്ക് തന്ന പ്രോമിസ് പോലെ കോർട്ടിൽ വന്നിട്ട് സത്യങ്ങളെല്ലാം വിളിച്ചു പറയണമെന്നും ഇപ്പൊ ബൊങ് ഓജുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ സമയത്ത് ജയിലിനകത്തുണ്ടായിരുന്ന മിസ് നാമിന്റെ കയ്യിൽ ആരോ വന്ന് എന്തോ ഒരു ചെറിയ കഷ്ണം പേപ്പറൊക്കെ കൊടുത്ത് അത് വായിക്കുന്നവൾ വളരെ സീരിയസ് ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ബൊങ് വന്ന് ഇന്നലെ അവൻ ചിയോണ്ണ
മീറ്റ് ചെയ്ത് ഓജുവിനെ പറ്റിയിട്ടുള്ള കേസിന്റെ കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്തത് പറയുമ്പോൾ ഓജു നമ്മളെ ലാസ്റ്റ് ടൈമിൽ ചതിക്കുമെന്നും അവനിനി കോർട്ടിലേക്ക് വരാതിരിക്കുമെന്നും ജയ് ചോദിക്കുമ്പോൾ അവന് വേറൊരു ഓപ്ഷൻ ഇല്ലെന്നും അവൻ എന്തായാലും വരുമെന്നും ഇപ്പൊ ബൊങ് അവളോട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഈ ഒരു കേസിന്റെ മൂന്നാമത്തെ ട്രയൽ നടക്കുമ്പോൾ ആദ്യം തന്നെ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ചിയോൺ എന്തോ പറയാനായിട്ട് വരുന്നുണ്ടെങ്കിലും ബൊങ് വേഗം തന്നെ എഴുന്നേറ്റ് നിന്ന് മിസ്നാക്കി ഇപ്പൊ എന്തോ ഒരു കാര്യം കോടതിയോട് പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ജഡ്ജ് ചാ കൺഫ്യൂസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ ബൊങ്ങും ജയും മിസ്നാമ ഇപ്പൊ കാലുമാറോ ഇല്ലയോ എന്നറിയാതെ ആകെ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്നതും നമുക്ക് കാണാം. ഇതേ സമയത്ത് തന്നെ മിസ്ന ആദ്യം ഒന്ന് അവളുടെ മക്കളായിട്ടുള്ള യോൺഹിയെ നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ യോൺഹിനെ മുമ്പ് ജയി കണ്ടതും ജയി അവളുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ജഡ്ജ് ഷാനെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുതെന്നും ജഡ്ജ് ഷാ എങ്ങനെയായാലും നിന്നെ നിന്റെ അമ്മ ഇനി പ്രൊട്ടക്ട് ചെയ്യാൻ പോണില്ലെന്നും പറഞ്ഞ് വാൺ ചെയ്തത് ഇപ്പോൾ അവള് ഫ്ലാഷ് ബാക്ക് ആയിട്ട് ആലോചിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മിസ് നായാകട്ടെ ജഡ്ജ് ഷായുമായിട്ട് അവള് ഇതിനു മുമ്പ് സംസാരിച്ച് ജഡ്ജ് ഷാ അവളുടെ കുറ്റങ്ങളെല്ലാം ഏറ്റോളാനും യോൺഹിയുടെ കാര്യം ആലോചിച്ച് നീ പേടിക്കണ്ടെന്നും യോൺഹിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഒരിക്കലും ജഡ്ജ് ഷാനെ വിശ്വസിക്കരുതെന്ന് ബൊങ് പറഞ്ഞതും അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി കൺഫ്യൂഷനായിട്ട് ലാസ്റ്റ് അവൾ അവളുടെ ടെസ്റ്റിമോണി കൊടുക്കുമ്പോൾ ആ തായ് മസാജറെ കൊന്നത് ഞാനാണ് എന്ന് പറയാൻ പോയപ്പോഴേക്കും അവൾ അവിടെ ബോധം കെട്ട് വീഴാണ്. അതുകൊണ്ട് തന്നെ അവളുടെ മൊഴി തന്നെ കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് അവൾക്ക് മെഡിക്കൽ ഹെൽപ്പ് ഒക്കെ അസൈൻ ചെയ്തിട്ട് ജഡ്ജ് ഷാ ഈ ഒരു കേസ് മാറ്റി വെക്കുന്നുണ്ട്. ഇതേ സമയത്ത് മിസ് നാമ ശരിക്കും ആ ഒരു കുറ്റം ഏക്കാനാണ് വന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് ബൊങ്ങും ജയും. പോരാത്തതിന് കറക്റ്റ് ടൈമിൽ അവന് ഓജുവിന്റെ ഒരു കോള് കിട്ടിയിട്ട് ഓജു നേരത്തെ ബൊങ്ങിനെ പ്രോമിസ് ചെയ്തതുപോലെ അവൻ കോർട്ടിലേക്ക് വന്ന് അവന്റെ കുറ്റങ്ങളൊന്നും ഏറ്റു പറയില്ലെന്ന് ഇപ്പോൾ ഓജുവും അവന് വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ തന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മിസ് നാമും ഓജുവും ഇപ്പോൾ അവരുടെ വാക്ക് പാലിക്കാത്തതുകൊണ്ട് ട്രയലിൽ അവർ തോൽക്കുന്നു മനസ്സിലായിട്ട് ബൊങ്ങ് നേരെ ഇപ്പോൾ ഓജുവിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഇതേ സമയത്ത് ഓജു ആകട്ടെ ഇവിടെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് വേണ്ട എല്ലാ പ്ലാനിങ്ങിലും ആയിരുന്നു. എന്നാൽ അവൻ അറിയാതെ തന്നെ അവന്റെ ഒരു അസിസ്റ്റന്റ് ഇപ്പോൾ ഒരു കത്തി എടുത്ത് അവന്റെ വയറ്റിൽ തന്നെ കുത്തുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഓജുവും ആ ഒരു ഗുണ്ടാ തലവനും ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ആ ഒരു അസിസ്റ്റന്റിന് എന്റെ കൈവശമാകിയിട്ട് ഇങ്ങനെ ഒരു ഓർഡർ കൊടുത്തത് ജഡ്ജ് ഷായാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഓജുവിനെ ഷൂട്ട് ചെയ്യാൻ നോക്കിയതും അവനാണെന്നും നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. അതേസമയം കുത്തേറ്റിട്ട് ഓജു ആകട്ടെ അവന്റെ വയറ്റിലുണ്ടായിരുന്ന ഒരു കത്തി വലിച്ചൂരിയിട്ട് എന്നെ കുത്തിയതിന്റെ ദേഷ്യത്തിൽ അവന്റെ അസിസ്റ്റന്റിനെ എന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവനും തിരിച്ച് ഓജുവിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതേ ടൈമിൽ തന്നെ ബൊങ് അവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ പിന്നീട് ബൊങ്ങും അസിസ്റ്റന്റും കൂടി നല്ലൊരു ഫൈറ്റിന് ശേഷം ബൊങ്ങിനെ തോൽപ്പിക്കാൻ പറ്റാതെ അവൻ അവിടുന്ന് ഓടി പോകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ബൊങ് ഓജുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവന്റെ മറ്റേ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു ഗുണ്ടാ തലവൻ ഇപ്പൊ വെടിയേറ്റ് കിടക്കുന്നത് അവസാനമായിട്ട് അവൻ ഓജുവിനെ നോക്കിയിട്ട് എൻ്റെ ഒപ്പം ഞാൻ ഒരിക്കലും വർക്ക് ചെയ്യാനായിട്ട് വരരുതായിരുന്നു എന്നും പക്ഷെ എന്തൊക്കെ ആയാലും നിങ്ങൾ ജീവനോടെ ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ കിടന്ന് മരിച്ചു പോകുന്നുണ്ട്. അതേ സമയത്ത് ഓജുവും ഒരു കുത്തേറ്റിട്ട് ആകെ ടയേർഡായിട്ട് നിൽക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഇതെല്ലാം ആലോചിച്ച് ജഡ്ജ് ഷാ അവരുടെ സീറ്റിലിരുന്നുകൊണ്ട് ഒരു ഈവിളായിട്ടുള്ള ചിരി ചിരിക്കുന്നതിലൂടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്.